ചെയ്തുകൊണ്ട് നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ് നയിക്കുന്ന ബിനോയ് സാറിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ക്ലാസ് നയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് വ്യാഴാഴ്ചയാണ്. ആ വ്യാഴാഴ്ച തൃപ്പാദങ്ങളുടെ നമ്മൾ ഏറ്റവും ഭക്തി ആദരപൂർവം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഗുരുവിൻ്റെ തിരുവവതാര നാളാണ്. അതെല്ലാം അറിഞ്ഞ് വളരെ ഭയഭക്തിയോടുകൂടിയാണ് നമ്മൾ ഗുരുവിൻ്റെ ഓരോ കാര്യങ്ങളെയും ചതയം നാളായിക്കൊള്ളട്ടെ, ഭഗവാൻ ഒരിടത്തേക്ക് വന്നിരിക്കുന്ന സമയമായിക്കൊള്ളട്ടെ, അതിൻ്റെ 100-ാമതും 125-ാമതും ഒക്കെ വാർഷികമായിക്കൊള്ളട്ടെ, അത്ര ഭംഗിയായി അതിൽ എത്ര പേർക്ക് പൂർണ്ണമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പങ്കെടുക്കുവാൻ സാധിക്കുന്നു എന്ന് സ്മരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഉണരേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്. ഇന്ന് ഞാൻ ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ ദിനചര്യകളും ഋതുചര്യകളും ഒക്കെ പറയുന്നു. ഇന്ന് ചതയമായതുകൊണ്ട് ഞാൻ ഗുരു എന്ന ഒരു അപൂർവ പിശഗ്വരൻ, സാധാരണ ആർക്കും തന്നെ അത്ര എത്തി നോക്കാത്ത ഒരു മേഖലയാണ് ഗുരു. അപൂർവമായ അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ കവിയായിരുന്നു. ഒരു സംഘടനയെ നയിക്കുന്ന, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ അജീവനാന്തമായി 2 സംഘടനകളുടെ അധ്യക്ഷനാണ്. നമ്മളുടെ ഓരോ ലോകവും എങ്ങനെ മാറണം, നമ്മുടെ സങ്കല്പത്തിലുള്ള നമ്മുടെ ലോകം എങ്ങനെ മാറണമെന്ന് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ശ്രീനാരായണ തൃപ്പാദങ്ങൾ ആരായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം തൃപ്പാദങ്ങൾ ആരല്ലായിരുന്നു എന്ന് നമ്മൾ മനനം ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതേ രീതിയിൽ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഒരു മഹത് വിഷഗ്വരനെ, അതായത് ഒരു അപൂർവ വൈദ്യനെ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, എങ്ങനെയൊക്കെ അത് നമ്മൾ മനനം ചെയ്യണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നശ്വരമായ ശരീരത്തിന് തൃപാദങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. മരിച്ചു കഴിയുമ്പോൾ അത് ആട്ടി വളമാക്കുന്നതിന് പോലും, കാരണം അത്ര ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി ശരീരത്തെ കാണുവാൻ, മരണത്തിൽ ഭയമില്ലാതാക്കുവാൻ, ശരീരവും ഈ ആത്മാവും മനസ്സും ഒന്നു ചേർന്നുകൊണ്ടുള്ള വേർപാടിനെ, മരണത്തിനെ, ആ ഭീതിയെ ഇല്ലാതാക്കിയത്. മരണഭീതി കൊണ്ട് ദിനചര്യയെയും ഋതുചര്യയെയും അക്ഷരാർത്ഥത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ വിഷാദഭാവത്തിലിരുന്ന ഒരു ജനസമൂഹത്തെ ശരീരം തൻ്റെ മനസ്സിനും ആത്മാവിനുമാകുന്ന ജീവതന്തുവിനിരിക്കുവാനുള്ളൊരിപ്പിടം മാത്രമാണെന്ന് സാധാരണക്കാരുടെ ബോധമണ്ഡലത്തിലേക്ക് തെളിയിച്ചുന്ന മഹാഗുരുവാണ്. അതായത് അജ്ഞാനമാകുന്ന നമ്മുടെ തിമിരത്തെ, നമ്മളുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്നറിയാതെ ഇരുന്ന നമ്മളെയെല്ലാം ജ്ഞാനമാകുന്ന അഞ്ജനം കൊണ്ട് എങ്ങനെയാണോ തിമിരമില്ലാതാകുന്നത്, അതുപോലെ തന്നെ അജ്ഞാനം എന്ന തിമിരത്തെ ജ്ഞാനം കൊണ്ട് മാറ്റിയത് മഹാഗുരുവാണ്. അപ്പൊ നമ്മുടെ ഇന്നും നമുക്കത് പൂർണ്ണമായി ഗുരു ഉദ്ദേശിച്ച കാര്യം അതേ തരത്തിലേക്ക് നമുക്ക് പഠിക്കുവാനോ മനനം ചെയ്യുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തോട് ഗുരു പറഞ്ഞ ആ പ്രിയവസ്തു, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഗുരു പറയുന്നു ഇത് നമ്മളുടെ പ്രിയവസ്തുവാണ്. ആ പ്രിയവസ്തുവായി തന്നെ
നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആ ബന്ധം അക്ഷരാർത്ഥത്തിൽ മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഒരിക്കൽ കൂടി ശരീരത്തിന് വേണ്ടി നമ്മൾ ദിനചര്യയോടും ഋതുചര്യയോടും അല്ലെങ്കിൽ സർവമന്യ പരിത്യജ്യ ശരീരമനുപാലയെ, എല്ലാം പരിത്യജിച്ചുകൊണ്ട് ശരീരത്തെ അനുപാലിക്കണമെന്നും പരിപാലിക്കണമെന്നും പറയുമ്പോഴും ഈ ശരീരമെന്നത് നശ്വരമാണ്, അത് ക്ഷണമാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. പ്രതിക്ഷണം ശീര്യമാണം ശരീരം, ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്നത്, നാശത്തിലേക്ക് പൊക്കുകൊണ്ടിരിക്കുന്നത്, ഇല്ലാതായിരിക്കുന്നത്, ഭൂമുഖത്തു നിന്ന് ഇല്ലാതാകുന്നത് ആണ് ശരീരം. അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇത്ര കണ്ട് തന്നെ വേണം എന്ന് ഗുരു നിർദ്ദേശിക്കുകയാണ്. അടുത്തത് ഗുരു പറയുന്നത്, നമ്മൾ അന്നത്തെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം നാവിനു രുചിയുള്ള മത്സ്യമാംസാദികളും മദ്യവും മാത്രം ഉപയോഗിക്കുക, കണ്ണിന് ആനന്ദമുള്ള, കണ്ണിന് രൗദ്രക്രിയകളുള്ള പൂജാക്രിയകളിലേക്ക് പോകുക, ഒരു നിയന്ത്രണവുമില്ലാതെ, അല്ലെ, മദ്യവും മയക്കുമരുന്നും ഒക്കെ കുടിച്ച് ഒന്നും നിയന്ത്രണമില്ലാതെ, സ്വന്തം ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ ഒരു ഭ്രാന്തനായി ഓടിയിരുന്ന നമ്മുടെ തലമുറയെ, അല്ലെങ്കിൽ ഒരു പറ്റം സമൂഹത്തെ മുഴുവൻ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളുടെ സ്വാധീനമെന്ത്, എങ്ങനെയുള്ള സത്സംഗങ്ങൾ നമുക്കുണ്ടാവണം, എങ്ങനെയുള്ള സത്വാക്കുകൾ നമ്മൾ കേൾക്കണം, എങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം, അതിൽ ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ അപൂർവമായ അന്തരംഗങ്ങളെ പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം, അത് സൂക്ഷ്മമായും സ്ഥൂലമായും എല്ലാം വളരെ വ്യക്തമായി ഗുരു പറയുന്നുണ്ട്. ഇത് നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് കോലധീരേശ സ്തവത്തിലെയും മറ്റുമൊക്കെ, ആത്മോപദേശ ശതകത്തിലെ പദ്യങ്ങളെയൊക്കെ ഉദാഹരണം എടുത്തുകൊണ്ട് അപ്പൊ ഞാൻ വീണ്ടും ഇന്ന് ഗുരുവിന്റെ തിരുവവതാര ദിനമായ ദിവസത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മളൊരു സെൻസ് ഓർഗൻസിനെയും ഒരു ഇന്ദ്രിയത്തെയും നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക. നമ്മെ കൂടുതൽ സ്വാധീനിക്കുന്നു നമ്മുടെ തൊലിയാണോ, അതോ നമ്മുടെ നാവാണോ, ഇല്ല നമ്മളുടെ ചെവിയാണോ? ചില ശബ്ദങ്ങൾ കേൾക്കണമെന്നും ആ ശബ്ദം കൂടുതൽ മധുരമായി എന്നിൽ തന്നെ നിലനിൽക്കണമെന്നും, ചില കാഴ്ചകൾ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കണം, ചില വ്യക്തിയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം, ചില വ്യക്തിയുടെ ശബ്ദം എനിക്ക് കേട്ടുകൊണ്ടിരിക്കണം. അതെല്ലാം ആ ഇന്ദ്രിയങ്ങളെ, നിങ്ങളെ ലക്ഷ്യബോധത്തിൽ നിന്ന് വഴിമാറ്റിക്കൊണ്ടുപോവുകയാണ്. ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതിനും അതിനെ ആസ്വദിക്കുന്നതിനും അതിനെ ലാളനം ചെയ്യുന്നതിനും ലാളയേത് ഇന്ദ്രിയാണ്, ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും അധികമായി ലാളിക്കുവാൻ പാടില്ല. വളരെ കൃത്യമാണ്. അപ്പം അത് ആത്മപരിശോധന നമ്മൾ തന്നെ നടത്തുക. എനിക്കോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ സമൂഹ നേതാക്കന്മാർക്കോ സംഘടനാ നേതാക്കന്മാർക്കോ അറിഞ്ഞുകൂടാ നിങ്ങൾ ഏത് ഇന്ദ്രിയത്തെയാണ് കൂടുതൽ ലാളിക്കുന്നത്, ഏത് ഇന്ദ്രിയത്തിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ ജീവിതവും ജീവനും ഇപ്പം കുടുങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആത്മവിചാരം കൊണ്ട്, അനുസന്ധാനം കൊണ്ട്, അല്ലെ, ഭക്തിയെ വീണ്ടും എടുത്തുകൊണ്ട് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്ന അത്രയും രൂഢമായ, ലഘുവായ, എന്നാൽ വളരെ ആഴത്തിൽ പതിഞ്ഞു നിൽക്കുന്ന ആ ഭക്തിഭാവത്തിൽ ഇതിനെ എല്ലാം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. മനസ്സെന്ന സങ്കല്പത്തിൽ നമ്മൾ ധാരാളം ഗുരുവിന്റെ ഓരോ കൃതികൾ എടുക്കുമ്പോഴും നമുക്ക് ഗുരുവിന്റെ മാനസിക ഭാവം, ഒരു മനുഷ്യന്റെ മനസ്സെങ്ങനെ ആയിരിക്കണം എന്ന് ഗുരു പറയുന്നു. ബാഹുലേയാഷ്ടകത്തിലൊക്കെ ഓം ഓം ഓം, അല്ലെ, ശീഘ്രസിദ്ധ ഭ്രമകരം. നമ്മളുടെ മനസ്സിന് ഭ്രമമുണ്ടായി കഴിഞ്ഞാൽ, അല്ലെ, ഒരു വണ്ട് എന്തിനെയെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന, അതേപോലെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായതോ ശരിയായതോ ആയ ഒരു ഇച്ഛയുണ്ടായി കഴിയുമ്പോൾ ആ ഇച്ഛയിലേക്ക് നമുക്ക് അപാരമായ
ഒരു അഭിനിവേശം അല്ലെങ്കിൽ അമിതമായ ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് അമിതമായ ദേഷ്യം, അമിതമായ വിഷാദം, അമിതമായ അസൂയ, ഇതെല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഭാവത്തിന്, നിങ്ങളുടെ ആ മാനസിക ഭാവത്തിന് അടിമയാകുകയാണ് എന്നാണ് ഗുരു പറയുന്നത്. ആ ഭാവത്തിന് അടിമയാകാതിരിക്കണമെങ്കിൽ അപൂർവ വൈദ്യനായ മഹാഗുരു നൽകിയിരിക്കുന്ന ജ്ഞാന ആ സരണിയെ നമ്മൾ നമ്മുടെ കാതുകളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ നമ്മളിലേക്ക് സന്നിവേശിച്ച് നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന പരമബോധമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് ആ മഹാഗുരു നിർദ്ദേശിച്ച ഓരോ സംസ്കരണത്തെയും, ഓരോ സംസ്കാര അല്ലെങ്കിൽ ആചാര പരിഷ്കാരത്തെയും നമ്മൾ പരിഷ്കരിച്ചുകൊണ്ട് വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിത്വത്തിന്റെ പ്രാധാന്യത്തിലേക്ക് മാറി അത് കുടുംബത്തിൽ ശോഭിച്ച്, കുടുംബത്തിൽ നിന്നത് സമൂഹത്തിലേക്ക് മാറി ഒരു ഏകലോക രാഷ്ട്ര സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അറിവും മനോധൈര്യവും ആത്മാർത്ഥമായ പരിശ്രമവും നമുക്കുണ്ടാവണം. ഇപ്പോഴും നാം ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ദർശനത്തെ നമ്മളുടെ ജീവിതത്തിനായി, നമ്മളുടെ ജീവിത രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതല്ലാതെ ലോകം മുഴുവൻ ഗുരുവിൻ്റെ ഈ മഹാദർശനം പടർന്നു പന്തലിക്കുന്നതിന് വേണ്ടി നമുക്ക് പണിയെടുക്കുവാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി നമുക്ക് മനനം ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു പ്രചാരകനായി അല്ലെ നമുക്ക് മുന്നോട്ട് വരുവാനും സാധിക്കുന്നില്ല. അപ്പൊ ഗുരു നൽകിയ ഭക്തിയും, ഗുരു വേണമെന്ന് പറഞ്ഞ ഭക്തിയും അന്ന് നമ്മളെ ഉണർത്തുവാനും ഉയർത്തുവാനും നമ്മെ നന്നാക്കുവാനും വേണ്ടി നമ്മളിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട ആ ഓരോ സൂക്ഷ്മ സമവാക്യങ്ങളും, ഓരോ സൂക്ഷ്മ ആപ്തവാക്യങ്ങളിലും ഇന്നും നമ്മളുടെ പ്രയോജനത്തെ മാത്രം കണ്ടുകൊണ്ട് നമ്മളുടെ മാനസികമായ ഉയർച്ചയ്ക്കും വേണ്ടി നിൽക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകനായ അല്ലെ, ലോകത്തിലെ ഒരേ ഒരു പ്രവാചകനേ ഉള്ളൂ, വൈക്കം മുഹമ്മദ് ബഷീർ പറയുകയാണ്. അത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ വാക്യങ്ങളെ കഠമെടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ വടവൃക്ഷം ലോകത്തിലെ സമസ്ത ചരാചരങ്ങൾക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട്, അറിവിനെ അനുവദിച്ചുകൊണ്ട്, അവകാശങ്ങളെ അനുവദിച്ചുകൊണ്ട്, ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് വിഭാവനം ചെയ്ത ഒരു ത്യാഗമനോഭാവം, ഒരു സന്യാസിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ത്യാഗമാണ് എങ്കിൽ ആ ത്യാഗത്തിന്റെ മൂർത്തിഭാവമായി നിറഞ്ഞു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരംശമെങ്കിലും ത്യാഗമായി കഥ കേൾക്കുമ്പോൾ അവരെ സഹായിക്കുവാനായി, അവരുടെ ആയുസ്സും അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും നഷ്ടപ്പെട്ടതിന് ശേഷമല്ല അവിടെ എന്തു സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അല്ലെ. നമ്മളുടെ അയൽവക്കക്കാർ നമ്മളെ പോലെ തഴച്ചു വളരുന്നതിനുള്ള ഒരു സമവാക്യം, ഒരു സമചിത്തത നമുക്കുണ്ടാകണമെന്ന് ഗുരു ആത്മാർത്ഥമായി നിർദ്ദേശിക്കുകയുണ്ടായി. അതിനൊക്കെ പുറകിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഗുരു. പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്ക് ഉയരുവാൻ നമ്മളെ സാധാരണക്കാർക്കായി ഗുരു നിർദ്ദേശിച്ച അല്ലെ പരിശുദ്ധമായി പരിപാവനമായി, ഇന്നലെ ചന്ദ്രാനന്ദ സ്വാമികൾ വളരെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന നെയ്യാറിന്റെ ഫോട്ടോ സ്വാമി എടുത്തിടുകയുണ്ട്. അപ്പം ലോകത്തിന്റെ മാറ്റത്തിന് നാന്ദി കുറച്ച, മാറ്റൊലിക്ക് കാരണമായ അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠകളും അതുപോലെ തന്നെ പൂജാവിധികളും ഉത്സവങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ അരങ്ങേറിയത് ഒരു പക്ഷേ നെയ്യാറിന്റെയും പെരിയാറിന്റെയും തീരത്ത് ശിവരാത്രികളുടെ ലോകത്തേറ്റവും കൂടുതൽ എനർജി ഒരു മനുഷ്യന് സ്വീകരിക്കുവാൻ സാധിക്കുന്ന പ്രൗഢോജ്വലമായ ദിവസങ്ങളിലാണ്. അപ്പൊ ഗുരു സ്വീകരിച്ച സ്ഥലത്തിന് വളരെ പ്രത്യേകത ഉണ്ടായിരുന്നു. ഗുരു ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ദിവസത്തിന്
വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അതിനെ അത്ര പ്രൗഢഗംഭീരമായി മനുഷ്യന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, മനോധൈര്യം വീണ്ടെടുക്കുവാൻ, വിജ്ഞാന സ്രോതസ്സുകളിൽ അവർക്ക് ഒരിക്കലും മറ്റൊരു ഗുരുവിന് സമ്മാനിക്കുവാൻ അല്ലെങ്കിൽ ഇറങ്ങി വരാൻ സാധിക്കാത്ത രീതിയിൽ ഇറങ്ങിയ ആ മഹാഭിഷഗ്വരനെ നമ്മൾ കാണാതെ പോകരുത്, മനനം ചെയ്യാതെ പോകരുത്, പ്രാർത്ഥിക്കാതെ പോകരുത്. ആ ഗുരുവിനെ നമ്മൾ നമ്മളുടെ ഹൃദയത്തിലും ഭവനത്തിലും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ആരാധിക്കുവാൻ സാധിക്കണം, അംഗീകരിക്കുവാൻ സാധിക്കണം, അനുസന്ധാനം ചെയ്യുവാൻ സാധിക്കണം. നമുക്കൊക്കെ ഒരു ആത്മാവുണ്ട്, നമുക്കൊരു അന്തസത്തയുണ്ട്, നമുക്ക് ആത്മാരാധന തന്നെ ആവശ്യമുണ്ട്. നമ്മളിൽ ആരാധിച്ചുകൊണ്ട് നമ്മൾ ഓരോ സൂര്യനായി ഉദിച്ചുയരുവാനുള്ള ആത്മാവബോധം നമ്മളിലേക്ക് നൽകിയത്, ആത്മധൈര്യം നമുക്ക് നൽകിയത് ഈ മഹാഗുരുവാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഉദയസൂര്യൻ എത്ര ഉയരങ്ങളിലേക്ക് ഉയർന്നുയർന്നോ അതിന് സമാനമായി തന്നെ വിശ്വസിക്കുന്ന, തന്നെ അറിയുവാൻ ആഗ്രഹിക്കുന്ന സമസ്ത ചരാചരങ്ങളെയും ബോധമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് ഉയരുവാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചതിന് ശേഷമാണ് മഹാഗുരു ഈ ഭൂമുഖത്ത് നിന്ന് സ്വന്തം ശരീരത്തെ വെടിയും. ഗുരുവിന്റെ അപാരമായ അനുഗ്രഹ വിശേഷവും ഗുരുവിന്റെ ഏറ്റവും അപൂർവമായ മനഃശാസ്ത്ര തലങ്ങളുമെല്ലാം ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിന്റെ വായുമണ്ഡലങ്ങളിൽ ശക്തിയായി പ്രസരിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. ഗുരുവെന്ന മഹാചൈതന്യത്തെ ഈ പ്രപഞ്ചത്തിൽ ഗുരുവിന്റെ ശക്തി ചൈതന്യം തരംഗങ്ങളായി ശക്തിയായി ഉയർന്നു നിൽപ്പുണ്ട്, ഉണർന്നു നിൽപ്പുണ്ട്. അത് സ്വീകരിക്കുവാനുള്ള സമയം നമുക്കാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ അറിയുവാനുള്ള ആ മഹാസാഗരത്തിൽ മുങ്ങുവാനുള്ള സൗഭാഗ്യം നമുക്ക് വരാത്തത് കൊണ്ടോ മാത്രമാണ് അത് നമുക്കറിയുവാൻ സാധിക്കുക. നമുക്ക് ആത്മാവുണ്ട് എന്നും ഓരോ അണുജീവിയിലും നിൽക്കുന്ന ആത്മാവിനും ജീവനുണ്ടെന്നും അതിനും ജീവിക്കുവാൻ അവകാശമുണ്ടെന്നും അല്ലെ ഗുരു പറയുന്നത്. ഒരു ഉറുമ്പിനെ പോലും നോഹിക്കരുത് എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ഭാഷയിൽ, ഗുരുവിന്റെ ശാസ്ത്രത്തിൽ, ഗുരുവിന്റെ ആപ്തവാക്യത്തിൽ ഉറുമ്പ് ചെറുതായത് കൊണ്ടല്ല, ആ ചെറുതായ ജീവിയിലുമുള്ള ആത്മാവ് മനുഷ്യജീവനിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് എന്ന് ഗുരു നിർദ്ദേശിക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ പൂർവികരായി ആചരിച്ചനുഷ്ഠിച്ചു വന്നിരുന്ന അശാസ്ത്രീയമായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും നിർത്തണം, അത് പാടില്ലാത്തതാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടാത്തതാണെന്ന് ഗുരു ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിന് മരണശേഷം പൂജാവിധികൾ നടത്തണം? കാരണം ഒരു ശരീരത്തിൽ നിന്ന്, ഏത് ശരീരത്തിൽ നിന്നും ആയിട്ട്, മൃഗശരീരത്തിൽ നിന്നും ആയിക്കൊള്ളട്ടെ, മനുഷ്യ ശരീരത്തിൽ നിന്നും ആയിക്കോട്ടെ, ജീവൻ പോയി കഴിഞ്ഞാൽ ആ ക്ഷണനിമിഷത്തിൽ അതൊരു മറ്റൊരു സ്പീഷ്യസിൽ, മറ്റൊരു ജീവനിൽ, മറ്റൊരു ശരീരത്തിൽ ജീവൻ പ്രധാനം നൽകിക്കൊണ്ട് അത് മാറും. പിന്നെ നമ്മളുടെ ശരീരവുമായി ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈച്ച ചത്തോരു പൂച്ചയാടുന്നു പുന്ധാനം എങ്ങനെ പറയുന്നത്. ആ ഓരോ ജീവിയിലും ഭാരതീയ മനഃശാസ്ത്രത്തിന്റെ ഓരോ അവതാര പുരുഷന്മാരും, ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളും മനുഷ്യ ശരീരത്തിനും മനുഷ്യന്റെ മനസ്സിനും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കും മനുഷ്യനിൽ നിഴലിക്കുന്ന ആത്മാവിനും എന്തു സംഭവിക്കുന്നുവെന്നും മരണശേഷം അതിനെ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നതെന്നും അപ്പോൾ അറിവില്ലായ്മയിലൂടെ അല്ലെങ്കിൽ താന്ത്രിക വിധിയുടെ അപാരമായ ഒരു ആവേശത്തിൽ പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ പെട്ടുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നതും അനാവശ്യമായി പൂവ് കൊണ്ടുപോലും എറിഞ്ഞ് സമയം കളയരുത് എന്ന് ഗുരു പറയുന്നു. അതിനുമപ്പുറത്ത് നിന്ന് ക്ഷേത്രാരാധനയെ അത്രയും ശാസ്ത്രീയമായി പറയുമ്പോഴും ഒരു ബിംബത്തിൽ ജീവനെ ആവേശിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് മരിച്ച ശരീരത്തിൽ വീണ്ടും ജീവനെ ആവേശിപ്പിക്കുവാൻ സാധിക്കാതെ വരുമെന്നുള്ള ഏറ്റവും യുക്തമായ മനസാക്ഷി. ഒരു മനുഷ്യനെ ഉയർത്തുവാൻ വേണ്ടി ഓരോ തലങ്ങളിലും ബോധമണ്ഡലത്തെ ഉണർത്തുവാനായി അപൂർവങ്ങളായ പ്രതിഷ്ഠാ വൈഭവങ്ങളെയും അപൂർവങ്ങളായ സൂക്തങ്ങളെയും പ്രദാനം ചെയ്യുമ്പോൾ അപൂർവങ്ങളായ വൃത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രൗഢഗംഭീരമായ മനഃശാസ്ത്രത്തിന്റെ തന്തുക്കളെ ചേർത്തിണക്കിയ കൃതികൾ നൽകുമ്പോഴും ഗുരു
നമ്മളുടെ ബോധമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് നമ്മളെന്ന അറിവാകുന്ന വടവൃക്ഷം ഓരോ നിമിഷവും വളരണമെന്നും ആ വളരുമ്പോഴും നമ്മളുടെ ആത്മാവിൽ നിഴലിക്കുന്ന, മനസ്സിൽ നിഴലിക്കുന്ന, ശരീരത്തിൽ നിലനിൽക്കുന്ന ശുചിത്വമില്ലായ്മയും അറിവില്ലായ്മയും ഒക്കെ മാറ്റിമറിക്കണം, ഇല്ലാതാക്കണമെന്നുള്ള ഏറ്റവും ത്യാഗോജ്ജലമായ ഒരു ചിന്താപദ്ധതി ഗുരുവിനുണ്ടായി. ഒരു വ്യക്തിയെ സമൂഹത്തിൽ എത്രത്തോളം ഉയർത്തുവാൻ സാധിക്കുമെന്നുള്ള സമവാക്യങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും ശ്രേഷ്ഠനായ അപൂർവമായ വൈദ്യനാണ്, ഭിഷഗ്വരനാണ് ശ്രീനാരായണ ഗുരു. അറിവിന്റെ അപാരമായ തലങ്ങൾ സാധാരണക്കാരുടെയും അസാധാരണക്കാരിലെയും അപൂർവ വ്യക്തിത്വങ്ങളിൽ നിഴലിക്കുന്ന അറിവിന്റെ ഭേദതലങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. അറിവുണ്ടാകുമ്പോഴാണ് നമ്മളിലേക്കെല്ലാം ആ സാഹചര്യം വരുന്നതും ആ വ്യക്തിത്വം നമ്മളെ സ്വാധീനിക്കുന്നതുമല്ല. അപ്പം അറിവിന് ഒരു വ്യക്തിയെ ഉണർത്തുവാനും അവരിൽ ശുചിത്വം കൊണ്ടുവരുവാനും അവരുടെ കർമ്മ നൈപുണ്യം ഉണർത്തുവാനും അവരിൽ സ്നേഹമുണ്ടാക്കുവാനും, അല്ലെ, നമ്മളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നീരുറവ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്നിൻ മുകളിൽ നിന്ന് കളകളാരവത്തോടുകൂടി പാറിപ്പതഞ്ഞൊഴുകുന്ന ഒരു നദിയെ പോലെ ദൈവദശകവും അനുകമ്പാദശകവും നമ്മളുടെ ഹൃദയത്തിൽ ബോധമണ്ഡലത്തിൽ അത്യപൂർവമായ അറിവിനെ സൃഷ്ടിച്ചുകൊണ്ട് അത് ഈ മഹാഗുരുവിന്റെ മഹാചൈതന്യത്താൽ വന്നതാണെന്നുള്ള ആ അറിവ് വരുമ്പോൾ അഹന്തയുമില്ലാതെ നമ്മളെ തന്നെ സേവിക്കുന്ന, നമ്മളെ തന്നെ അറിയുന്ന, നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന, നമ്മളെ തന്നെ നമ്മുടെ മനസാക്ഷിയിൽ പൂജിക്കുന്ന ഒരു അന്തരംഗമായി നമ്മൾ മാറും. ആത്മവിശ്വാസമുണ്ട് എങ്കിൽ, അല്ലെ, പാമ്പുകടിയേറ്റ് ശിവഗിരിയിൽ നമ്മുടെ വൈദിക മഠത്തിന് മുന്നിൽ ഗുരു വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഒരു ചികിത്സ തേടുകയുള്ളൂ എന്ന് വിശ്വസിച്ച് ഗുരുവിന്റെ മുന്നിൽ ഒരു രാത്രി കഴിച്ചതിന് ശേഷം ഗുരു ഇറങ്ങി വന്നപ്പോൾ വിശ്വാസം അതാണ് നിങ്ങളെ രക്ഷിച്ചത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങളിൽ നിന്ന് ഉണർന്നു വരുന്ന നുരഞ്ഞു പൊങ്ങുന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഏത് പ്രശ്നത്തെയും, ഏത് മഹാസമുദ്രത്തെയും, രോഗമാകുന്ന മഹാസമുദ്രമായിക്കൊള്ളട്ടെ, ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങളിൽ നിന്നോ മറ്റൊരു വ്യക്തിയിൽ നിന്നോ ഒരു വികൃതിയായി, ഒരു ഭൂകമ്പമായി, ചുഴലിക്കാറ്റായി, ഉരുൾപൊട്ടലായി നമ്മളുടെ മനസ്സിൽ നിന്നോ മറ്റൊരു മനസ്സിൽ നിന്ന് വിദ്വേഷഭാവത്തോടുകൂടി ഒഴുകി വരുന്ന ഏതൊഴുക്കിനെയും ഏത് മഹാസാഗരത്തെയും തരണം ചെയ്യുവാൻ, നീന്തി രക്ഷപ്പെടുവാൻ, അവിടെ ഉയർന്നു നിൽക്കുവാൻ, ഇതെല്ലാം ഈ സമയത്തിൻ്റെതാണെന്നും ഈ സമയം നശ്വരമാകുമ്പോൾ, ഇത് മാറുമ്പോൾ തൻ്റെ അപൂർവമായ മറ്റൊരു മഹാചൈതന്യം അല്ലെങ്കിൽ മറ്റൊരു സ്വാതന്ത്ര്യം എനിക്ക് വരുന്നുണ്ടെന്നുള്ള ആ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് കഷ്ടതകൾ നൽകുന്ന ഒരു സമയവും അതേപോലെ നിഴലിക്കുന്നതല്ല. ആ സമയം മാറി നമുക്ക് പ്രതീക്ഷ നൽകുന്ന, പുത്തനുറവ് നൽകുന്ന, പുത്തൻ സൂര്യോദയം നൽകുന്ന മറ്റൊരു സമയം നമുക്കുണ്ട്. അങ്ങനെ ആത്മവിശ്വാസത്തിലൂടെ അടിയുറച്ചുകൊണ്ട് ഏത് കർമ്മത്തിലേക്കും അടിപതറാതെ ഉയരുവാൻ, നമുക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ അറിവ് നൽകിയത്, ധൈര്യം നൽകിയത്, ഉറച്ച വിശ്വാസത്തെ കൊണ്ടുവന്നത് മഹാഗുരുവാണ്. ആരാധനാ സ്വാതന്ത്ര്യം ലോകത്തേക്ക് ഗുരുവിന് സമാനമായി നൽകിയ മറ്റൊരു അവതാര പുരുഷനില്ല. നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ പൂജിക്കണം, നിങ്ങൾക്ക് എവിടെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണം, ആ ക്ഷേത്രങ്ങൾക്ക് എത്ര മനോഹാരിത ഉണ്ടാവണം, എത്ര ശാസ്ത്രീയത ഉണ്ടാകണം, അവിടെ തന്നെ പുസ്തകാലയങ്ങൾ വേണം, ചർച്ച ചെയ്യുവാനും പൂജാവിധികൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഗ്രന്ഥങ്ങൾ വായിക്കുവാനുള്ള, ഒരുമിച്ച് പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആരാധിക്കുവാനുള്ള, അതായത് ഒരു മനുഷ്യന് സമാധാനമുണ്ടാകുവാൻ, സന്തോഷമുണ്ടാകുവാൻ, സമചിത്തതയുണ്ടാകുവാൻ എല്ലാ വ്യവസ്ഥയെയും ക്ഷേത്രമെന്ന സങ്കല്പത്തിലേക്ക് ഗുരു കൊണ്ടുവരികയാണ്. അതെല്ലാം നമുക്ക് മനനം ചെയ്യുവാൻ സാധിക്കണം. അതിലെ അപൂർവമായ ശാസ്ത്രീയതയെ, മനഃശാസ്ത്രത്തെ റിസർച്ച് വർക്കുകളോടുകൂടി അരുവിപ്പുറം എന്ന മഹാസ്ഥലത്ത്
ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ 10 ദിവസം അല്ലെങ്കിൽ 100 ദിവസം വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏത് അവന്റെ ശരീരത്തിലെ ഏത് രാസഘടനയിലാണ്, അവന്റെ ബുദ്ധിയിലെ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനാണ്, എത്ര ദിവസം കൊണ്ടാണ് അവന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പുതിയ യന്ത്ര സാമഗ്രികൾ കൊണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പരിശീലനം കൊണ്ട് ലോക സമൂഹത്തിന് നമുക്ക് തുറന്നു കാണിക്കുവാൻ സാധിക്കും. ഇപ്പോൾ വിശ്വാസത്തിലും ഉപരിയായി ശാസ്ത്രീയത ഉണരുമ്പോൾ ആ ശാസ്ത്ര സമവാക്യങ്ങളെ നിരത്തിക്കൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ ലക്ഷ്യത്തെ, ആ ഗുരുവിന്റെ സങ്കല്പത്തെ, ഗുരുവിന്റെ സമത്വത്തെ നമുക്ക് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അല്ലെ? വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപക്ഷെ ഈ സംസ്ഥാനം, നമ്മളുടെ കൊച്ചു കേരളം അല്ലെങ്കിൽ ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ എന്നും ഒരു ഹിമഭഗവാനായി ഉയർന്നു നിൽക്കുന്നത് ഗുരുവിന്റെ വിദ്യാഭ്യാസ സങ്കല്പമാണ്. കേരളത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അതിന് സമാനമായി ഗുജറാത്തിലേക്കൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ വന്നിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ഉഴുതിട്ട മണ്ണിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു വർണ്ണമനോഹരമായ പുഷ്പങ്ങൾ വിടർന്നപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ അറിവ് കൊണ്ട് അറിവിനായി മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പോകണമെന്നും അത് അറിവുള്ളവർ ആർജിച്ചവർ അവർക്ക് പണമുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സഹായിക്കണമെന്നും വിദ്യാഭ്യാസം നേടുവാനായി ഏതറ്റം വരെ സഞ്ചരിക്കണമെന്നും എത്ര സമയം കഴിഞ്ഞാലും അത് വ്യഥയല്ല എന്നും നമ്മളോട് സൂചിപ്പിച്ച് മഹാഗുരു. അല്ലെ? ഓരോ ദേശങ്ങളിലും സംഘടനകളും പ്രത്യേകമായ സംഘങ്ങളും ഉണ്ടാക്കുവാൻ ഗുരു ശ്രദ്ധിച്ചു. പ്രാദേശികമായി നിൽക്കുന്ന ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയും എന്തിന് ഔഷധ സസ്യങ്ങളെ പോലും പരിപാലിക്കുന്ന വ്യവസ്ഥയിലേക്ക് ഗുരു. അല്ലെ? മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യന്റെ പ്രവൃത്തിയിൽ, മനുഷ്യൻ ഒത്തുചേരുന്നിടത്ത് ശുചിത്വമില്ലായ്മ കൊണ്ടുവന്ന ജാതി വ്യത്യാസങ്ങളെ, അറിവില്ലായ്മ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസങ്ങളെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ വൃത്തിയായി നിൽക്കുവാൻ നമ്മെ ഗുരു പഠിപ്പിക്കുന്നു. ഇന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിലൂടെ ഗുരുവിന്റെ സമവാക്യത്തെ എടുത്തുകൊണ്ട് ലോകത്തിലേക്ക് ഉയർന്നു വന്ന വ്യവസായികളുടെ എണ്ണം നമ്മളുടെ സങ്കല്പത്തിന് പോലും അതീതമാണ്. അത്രയധികം ഗുരുവിന്റെ യഥാർത്ഥ ഭക്തന്മാർ ഉണർന്നു കഴിഞ്ഞു. ലോകത്തിന്റെ സമസ്ത മേഖലകളിലും വ്യവസായത്തിന്റെ വേരുകളിൽ ഊന്നി, ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളിലൊക്കെ ആയാലും നമ്മുടെ ഭക്തന്മാർ വളരെ ഉയർന്നു നിൽക്കും. അവർക്കും തൻ്റെ താഴ്ത്തട്ടിലുള്ള സാധാരണക്കാരെ, അധികൃതക്കാരെ എങ്ങനെ ഉയർത്തുവാൻ സാധിച്ചു അതുപോലെ നമുക്കും നമ്മൾ ശേഖരിക്കുന്ന സമ്പത്തിൽ നിന്ന്, അല്ലെ, ഒരു 10% മറ്റുള്ളവരെ ഉണർത്തുവാൻ വേണ്ടി, സ്വന്തം ശരീരത്തിന്റെ രോഗത്തെ മാറ്റുവാൻ പൈസ ഇല്ലാത്തവർക്ക്, സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പഠിപ്പിക്കുവാൻ സാധിക്കാത്തവർക്ക് നമുക്ക് സഹായിച്ച് അവരെയും ഗുരുവിന്റെ ആ ദർശനത്തിലേക്ക്, ഗുരുവിന്റെ ആ കാഴ്ചപ്പാടുകളിലേക്ക്, ഗുരുവിന്റെ സമവാക്യങ്ങളിലേക്ക് നമുക്ക് ഉയർത്തുവാൻ സാധിക്കുന്നു. അത് ഏറ്റവും അധികം നമുക്ക് വേണ്ടത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഗുരു ഈ ലോകത്തെ കാണാൻ സാധിച്ച അതേ അർത്ഥതലങ്ങളിൽ, അതാത് സൂക്ഷ്മതലങ്ങളിൽ നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരുവാൻ സാധിക്കും. ഗുരുവിന്റെ ഏതാനും ചില വചനങ്ങൾ ഈ ചതയ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കണം. മനുഷ്യൻ വായിച്ചു വളരണം. മഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുവാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. നിങ്ങൾ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനാൽ പച്ച മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പദ്യരൂപത്തിലും ഗദ്യരൂപത്തിലുമുള്ള ഏതാണ്ട് 145-ലധികം വരുന്ന ഗ്രന്ഥങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾ പരിശോധിച്ചു എന്ന് ഈ ചതയ ദിനത്തിൽ ആത്മപരിശോധന നടത്തുക. ഒരാൾ ശ്രീനാരായണ ഗുരുദേവന്റെ കുറിച്ച് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളോട് അടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അവരെ ശ്രീനാരായണ ദർശനം പഠിപ്പിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ പക്കൽ ഇംഗ്ലീഷിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമുണ്ടോ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തുക. ലോകം മുഴുവൻ ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ ആ മഹാഗുരുവിന്റെ ജീവചരിത്രം മറ്റൊരു രാഷ്ട്രഭാഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞോ? ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞിട്ട് തന്നെ ഏതാണ്ട് 70-76 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഒരാളെങ്കിലും
ഓരോ വർഷവും ഓരോ ഭാഷയിലേക്ക് ഗുരുവിന്റെ ഗ്രന്ഥത്തെ പരിവർത്തനം ചെയ്യുവാൻ, ഭാഷാപരിമാറ്റം ചെയ്യുവാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ കുറവില്ലായിരുന്നു, സമയത്തിന്റെ കുറവില്ലായിരുന്നു, സമ്പത്തിന്റെ കുറവില്ലായിരുന്നു. ഇനി ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അത് ഇല്ലാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായി. ശ്രീനാരായണ ദർശനത്തിൽ സമ്പത്തുള്ളവരും സമയമുള്ളവരും അറിവുള്ളവരും സമാധാനമുള്ളവരും സമതത്വത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി ഒരേ മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണങ്ങുമ്പോൾ മാത്രമേ പൂജനീയ സഹോദരങ്ങളെ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും കാതലായ, ഏറ്റവും പൂജനീയമായ, ഏറ്റവും ശോഭകരമായ, അല്ലെങ്കിൽ ഏറ്റവും ഉദാർത്ഥമായ ഈ ദർശനങ്ങൾ, ഈ മഹാജീവചരിത്രം, ഈ മഹാഗുരുവിന്റെ മറ്റൊരു ഗുരുവിനാൽ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കാത്ത ഈ ദർശനം, ഈ വാക്യങ്ങൾ മറ്റൊരു രാഷ്ട്രഭാഷയിലേക്ക് പോകുന്നു. അപ്പൊ ഇനിയും നമുക്ക് സമയം നൽകിയിട്ടില്ല. നമ്മൾ ഒരുപോലെ ഒരുമിക്കണം. സമയവും സംഘടനയും സമ്പത്തുമൊക്കെ ചേർത്തുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിലേക്ക്, അവരുടെ ഭാഷയിലേക്ക് ഗുരുവിന്റെ ജീവചരിത്രവും കൃതികളും മാറണം. എങ്കിൽ മാത്രമേ അനേകായിരങ്ങൾ ഗുരുവിന്റെ ദർശനത്തിലേക്ക് വരും. സാഹിത്യ സംഘടനകളും വായനാശാലകളും ഓരോ ദേശത്തും വേണം. അത് സമുദായത്തിന് വളരെ അഭിവൃദ്ധിയെ ഉണ്ടാക്കും. ഗുരു പറയാണ്, ഓരോ ദേശത്തും സാഹിത്യവും സംഘടനയും വേണം. ശ്രീനാരായണ ഗുരുവെന്ന ആ വടവൃക്ഷമായി നിൽക്കുന്ന സാഹിത്യത്തെ തന്നെയാണ് വ്യംഗ്യാർത്ഥ രൂപേണ ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം മറ്റ് സമസ്ത മനഃശാസ്ത്രങ്ങളും സമസ്ത ശാസ്ത്രങ്ങളും അടങ്ങി അതിലെ ഒരു പാലിൽ ഉറയൊഴിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന നെയ്യായി ശോഭിക്കുന്ന ശ്രീനാരായണ ഗുരുദേവം എന്ന ദർശനം ഏറ്റവും മൂർത്തിഭാവമായി നിൽക്കുന്നു. ഏതവസ്ഥയിലും ജനിച്ച കുട്ടിക്കും മരിക്കാൻ പോകുന്ന ആൾക്കും ഒരുപോലെ തുള്ളി തുള്ളിയായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന നെയ്യ് പോലെ ആർക്കും സ്വീകരിക്കുവാൻ സാധിക്കുന്ന നെയ്യുടെ നിറകുടമായി നിറഞ്ഞു നിൽക്കുന്ന ശ്രീനാരായണ സാഹിത്യങ്ങൾ, ആ മഹാഗുരുവിന്റെ ആപ്തവാക്യങ്ങൾ, മഹാഗുരു സംഘടനയോടെ എന്തെല്ലാം ആർജിക്കണമെന്ന് നമ്മൾക്ക് നിർദ്ദേശിച്ചു, അതിനെയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് അഭിവൃദ്ധിയെ ഉണ്ടാക്കുവാൻ, സ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. വിജ്ഞാനത്തിനും വിനോദത്തിനും അവിടെ ഗുരു കൊണ്ടുവരികയാണ്. വിജ്ഞാനം മാത്രമാകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലല്പവും അഹങ്കാരം വഴുവാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്കൊന്ന് ഇഷ്ടപ്പെടായോ വരാം. അപ്പോൾ അവിടെ വിനോദവും വേണം. നിങ്ങൾ ദേവതാ സങ്കല്പത്തിൽ നിൽക്കുന്ന ദേവനോടൊപ്പം നിൽക്കുമ്പോഴും മനുഷ്യ സങ്കല്പത്തിലുള്ള കൂട്ടുകാരോട് ചേരുമ്പോഴും സ്വന്തം ജീവിത പങ്കാളിയോടും സ്വന്തം മക്കളോടും നിങ്ങളുടെ അയൽവാസികളോടും നിങ്ങൾ സംസാരിക്കുമ്പോഴും അവരൊപ്പം സമയം ചെലവഴിക്കുമ്പോഴും വിജ്ഞാനത്തിനൊപ്പം അത് വിനോദമായി അവിടെ വിനോദവും ഉണ്ടാകണമെന്ന് ഗുരു പറയുകയാണ്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണ് അവരെ നന്നാക്കുവാനുള്ള ഏകമരുന്ന്. ലോക സമൂഹം നന്നാകണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ആ സർവ ആപ്തവാക്യങ്ങളെയും അവരുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ, അവരുടെ ബുദ്ധിയുടെ ഭിത്തിയിൽ, തങ്കലിപികളിൽ അവര് തന്നെ എഴുതുന്ന സമയത്തു മാത്രമേ അവർ നന്നാവുകയുള്ളൂ എന്ന് വളരെ വളരെ ലക്ഷ്യബോധത്തോടുകൂടി ഗുരു ഇവിടെ നമ്മളോട് പറയുകയാണ്. ഈ വാക്യങ്ങളെ അനുസ്മരിക്കുന്നതല്ല, ഈ വാക്യങ്ങളെ സർവശക്തമായി പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുടുംബത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ, ഗുരു പറയുന്ന അനുകമ്പ, ഗുരു പറയുന്ന അറിവ്, ഗുരു പറയുന്ന അംഗീകാരം, ഗുരു പറയുന്ന സമചിത്തത, ഇതൊക്കെ വരുമെങ്കിൽ ഇന്നും കേരളത്തിൽ ഇത്രയും കുടുംബ കോടതികൾ ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ കോടതി ഉള്ളത് എറണാകുളമാണ്, 4. സ്വന്തം അച്ഛനും അമ്മയും അവരുടെ മടിത്തട്ടിൽ, അവരുടെ സ്നേഹത്തിൽ, അവരുടെ അറിവിൽ, അവരുടെ പ്രൗഢോജ്വലമായ ബുദ്ധിമണ്ഡലങ്ങളിൽ മടിത്തട്ടിൽ കളിച്ചു വളരണമെന്ന് ആഗ്രഹിക്കുന്ന ജീവനെ, ആ ജീവിതത്തെ കോടതിയുടെ വിധിയിലൂടെ 2 മാർഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സൃഷ്ടിച്ച ആ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഇല്ലെങ്കിൽ 2 പെൺകുട്ടിയോ 2 ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂവെങ്കിലും അവരാരുടെ കൂടെ വരണം. അച്ഛന്റെ സംരക്ഷണവും അമ്മയുടെ ലാളിത്യവും ചേർന്നുകൊണ്ട് വളർത്താമെന്ന് ഗുരുവിന് മുന്നിൽ നിങ്ങൾ സമ്മതിച്ചതിന് ശേഷം ധർമ്മപ്രജാ സമ്പത്യർത്ഥം നിങ്ങൾ ഒരുമിക്കുന്നത്
ധർമ്മം ഉണർത്തുന്ന, ധർമ്മത്തെ നിലനിർത്തുന്ന, ലോകധർമ്മത്തെ, ഗുരുവാൽ സൃഷ്ടിക്കപ്പെട്ട ധർമ്മത്തെ ഇവിടെ പരിപാലിക്കുവാൻ, അനുസന്ധാനം ചെയ്യുവാനായാണ് എൻ്റെ വിവാഹത്തിന്റെ വ്യവസ്ഥ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും, അറിയേണ്ടി വരും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ കുടുംബ സങ്കല്പത്തെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരംഗങ്ങളെ നിങ്ങൾ അറിയണം. അറിയും തോറും നമുക്ക് ത്യാഗമുണ്ടാവണം. ജീവിത പങ്കാളികളുടെ ആയാലും, നമ്മുടെ കുട്ടികളുടെ ആയാലും, നമ്മുടെ മാതാപിതാക്കളുടെ ആയാലും തെറ്റുകളെ അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നിലയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അതിന്റെ സ്രോതസ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ പരിഹരിക്കുക. ഇനിയോ യാതൊരു സംശയവുമില്ല, സമൂഹത്തെ ഒന്നായി നന്നാക്കുവാൻ, സമൂഹം മുഴുവൻ ഒരുമിച്ചൊരു വിജ്ഞാന സ്രോതസ്സിലേക്ക്, ഒരു പന്ഥാവിലേക്ക് വരുവാനുള്ള ധാരാളം ലക്ഷ്യങ്ങൾ ഗുരു നൽകിയിട്ടുണ്ട്. ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെ സമൂഹത്തിന്റെ പണം ഒരുമിച്ച് നഷ്ടപ്പെടാതിരിക്കുവാൻ കല്യാണ വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നു, സമൂഹ പ്രാർത്ഥനയെ പരിഷ്കരിക്കുന്നു, നമ്മുടെ ഉത്സവങ്ങളെ പരിഷ്കരിക്കുന്നു. ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകുവാൻ ഗുരു ഉദ്ദേശിച്ചത്, ഒരു മനുഷ്യ മനസ്സ് മാറിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യ മനസ്സിൽ വിജ്ഞാനത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു കഴിഞ്ഞാൽ അകന്നിൽക്കുന്ന കുടുംബം ഉയരുമെന്നും ആ കുടുംബം ഒരു കൂട്ടായ്മയായി നിൽക്കുന്ന സമൂഹം എന്നും ഉദയസൂര്യനായി, അതേസമയം മറ്റൊരു സമയത്ത് ഏറ്റവും ശാന്തമായി തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലെ അത് തെളിഞ്ഞു നിൽക്കുമെന്നും ശോഭിക്കുമെന്നും ഗുരുവിനറിയായി. അപ്പം ആത്യന്തികമായി മാറ്റത്തിന്റെ മാറ്റൊലികൾ ഉണ്ടാകേണ്ടത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ് എന്നും, ഹൃദയത്തിൽ നിന്ന് മാറുന്ന ആ മാറ്റം അതേ അറിവോടുകൂടി, അതേ ആത്മവിശ്വാസത്തോടുകൂടി, അതേ പ്രവർത്തന ശൈലിയോടുകൂടി കുടുംബങ്ങളിൽ നിഴലിക്കുകയും കുടുംബങ്ങളിൽ നിന്നത് സമൂഹത്തിലേക്ക് വരികയും, അങ്ങനെ വരുമ്പോൾ ഒരു ഏകലോക രാഷ്ട്രത്തെ സ്വപ്നം കാണുകയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ അതിർത്തി സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. പട്ടിണിയുടെ പടുകുഴിയിൽ നമ്മൾ നിൽക്കുമ്പോഴും, സമാധാനക്കേടിന്റെ മൂർത്തീഭാവത്തിൽ നിൽക്കുമ്പോഴും, മറ്റൊരു രാഷ്ട്രത്തിൽ നിന്ന് നമ്മളുടെ രാഷ്ട്രത്തിലേക്ക് വരുന്ന ആ നുഴഞ്ഞുകയറ്റവും മിസൈലും ഒക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥകൾ മുഴുവൻ പോകുന്നത്. ഭാരതത്തിന്റെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ഇതാണ് ചെയ്യുന്നത്. അവരുടെ വരുമാനത്തിന്റെ 50-ലും 60-ലും അധികം ഭാഗം ഒരു മനുഷ്യൻ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ലോക മഹാഗുരുവാകുന്ന ഗുരുവിന്റെ ദർശനം നമുക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ സമസ്തമായി പറഞ്ഞു കൊടുക്കുവാൻ, സർവവുമായി പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, എന്തിന് ഭാരതത്തിന് അങ്ങനെ നിഴലിക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരു ഏകലോക രാഷ്ട്രം നമുക്ക് സങ്കല്പിക്കുമായിരുന്നു, അതിന്റെ അടിത്തറകൾ ഇടുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ആ ഏകലോക രാഷ്ട്രവും ഗുരുവിന്റെ മനസ്സിൽ നിന്നതുപോലെ തന്നെ ഗുരുവിൽ നിന്ന് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതല്ലാതെ അതിനുവേണ്ടി പ്രവൃത്തിയെടുക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തും. നമ്മുടെ 55-ന്റെയും 60-യും വയസ്സിന് ശേഷം, അതിനു മുമ്പേ നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത് ശ്രീനാരായണ ധർമ്മപ്രചാരകരായി ആത്മാർത്ഥമായി ഗുരുവിന്റെ സന്യാസിഷ്യരും, അല്ലെ, ശ്രീനാരായണ ഗുരുദേവന് വേണ്ടി കവിയായി നിഴലിച്ച കുമാരനാശാനെ പോലെ, ഒരു സംഘടനാ നേതാവായി കണ്ട സി കേശവനെ പോലെ, അല്ലെ, ഗുരുവിന്റെ ഓരോ സൃഷ്ടിയും, ഓരോ ശിഷ്യന്മാരും ഓരോ ഭാവത്തിന്റെ മൂർത്തിഭാവമാണ്. ത്യാഗത്തിന്റെ മൂർത്തിഭാവമായി, ധൈര്യത്തിന്റെ മൂർത്തിഭാവമായി നിൽക്കുന്ന കുമാരനാശാനെ ആയാലും ബോധാനന്ദ സ്വാമിയാണായാലും അവരുടെയൊക്കെ ഓരോ ഭാഗങ്ങളിലും നമ്മളെ കണ്ടുകൊണ്ട് അതേ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തും, അല്ലെ. അപ്പം നടരാജ ഗുരുവിന്റെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ, അല്ലെ, ഒരു ലോകം ഒരു രാഷ്ട്രമാണ് എന്ന രീതിയിലേക്ക് 17 രാഷ്ട്രങ്ങളിൽ അന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ടായിരുന്നു. ഏകലോക സാമ്പത്തിക വ്യവസ്ഥ, ഏകലോക വിദ്യാഭ്യാസ വ്യവസ്ഥ, ഏകലോക മനുഷ്യ അവകാശ സംരക്ഷണം എന്നീ വിഭാഗങ്ങളെ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചു. ഗാരി ഡേവിഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹം പ്രവർത്തിച്ച പോലെ നമുക്ക് പ്രവർത്തിക്കുവാൻ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുവാനുള്ള അധികാരം, അവകാശവും നമുക്ക് ഗുരു നൽകി. പക്ഷേ അതൊന്നും ഗുരുവിന്റെ ദർശനം
അതേ ഭാഷയിൽ സന്നിവേശിച്ചുകൊണ്ട് ലോകത്തിന്റെ സമസ്ത ഭാവങ്ങളിലേക്കും സമസ്ത ഏരിയയിലേക്കും അല്ലെങ്കിൽ ദേശത്തിലേക്കും പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. അല്ലെ, ആശാൻ പറയുന്നു സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമി എന്നോ. അതെ, ഗുരുവിന്റെ കാലഘട്ടം വരെ ഒരു സന്യാസി എന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുഹയിൽ തൻ്റെ ആധ്യാത്മിക തലങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി മാത്രം ജനിച്ച് സമാധി പ്രാപിച്ചിരുന്ന ഒരു സന്യാസി സങ്കല്പത്തെ പാടെ വെട്ടിമാറ്റി ആത്മബോധമുണ്ടായി കഴിഞ്ഞാൽ, ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, തന്നിൽ തന്നെ താൻ ഉണർന്നു കഴിഞ്ഞാൽ അങ്ങനെയാകാൻ സാധിക്കാത്തവരെ ഉണർത്തുവാനും ഉയർത്തുവാനുമായി ത്യാഗോജ്ജലമായി ഇറങ്ങുന്നവനാണ് സന്യാസി എന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ആ ദിവസങ്ങളുള്ള ഋതുക്കളുള്ള വർഷങ്ങളെ ഏറ്റവും സത്യസന്ധമായി ഏറ്റവും ത്യാഗോജ്ജലമായി ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് WHO അല്ലെങ്കിൽ ലോകത്തിന്റെ ലോകകോടതിയിലോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ചില ലോക സംഘടനകളുണ്ട്. അതിൽ കേരളത്തിൽ നിന്നോ ഭാരതത്തിൽ നിന്നോ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾക്ക് സംസാരിക്കുവാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യവും നമ്മൾ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതിലൂടെ ഗുരുവിന്റെ ദർശനം വെളിയിലേക്ക് വരുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാത്തവർക്ക് ആധുനികമായി ഈ ലോകത്ത് വരുന്ന മാറ്റങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും മണമുണ്ടാകില്ല, അതിൽ പഠിക്കാൻ സാധിക്കില്ല എന്ന് ആധുനികമായി വരുന്ന എന്തിനേയും ശാസ്ത്രീയമായി സ്വന്തം അന്തരംഗങ്ങളിൽ സന്നിവേശിപ്പിക്കണം, പ്രതിഷ്ഠിപ്പിക്കണമെന്ന് വളരെ ശാസ്ത്രീയമായി പറഞ്ഞ ആ മഹാഗുരുവിനെ ലോകത്ത് ഇതുവരെ പറഞ്ഞ നിങ്ങൾ രാമനെന്ന രാജാവിനെയും ശങ്കരാചാര്യ തൊട്ട് ഇന്നേ വരെ ഗുരുവിന്റെ കാലഘട്ടം വരെ നിഴലിച്ചിട്ടുള്ള സന്യാസിമാരെയും എടുത്തു നോക്കുക. ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം ജീവനും ജീവിതവും അവസാനിപ്പിച്ചിരുന്ന സന്യാസിവര്യന്മാരുടെ ലക്ഷ്യബോധത്തിന് ദിശാബോധത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഗ്രന്ഥങ്ങളുടെ അറിവും ത്യാഗോജ്ജലമായ പ്രവർത്തനത്തിന്റെ ഓരോ മനുഷ്യനും ഓരോ ത്യാഗോജ്വലമായ സന്യാസിവര്യനായി മാറുന്ന രീതിയിലേക്ക് പ്രവൃത്തി മണ്ഡലങ്ങളെ സൃഷ്ടിച്ചത്, സ്വാതന്ത്ര്യത്തെ സൃഷ്ടിച്ചത്, സമചിത്തതയെ ഉണ്ടാക്കിയത് മഹാഗുരുവാണ്. അപ്പം ഈ ആശാന്റെ വരികളിലും മറ്റ് ഗുരുവിനെ കുറിച്ച് എഴുതിയവരുടെ ഒക്കെ വരികളിൽ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ വരുവാനുള്ള അവരുടെ കാവ്യഭാഷകൾ മാത്രമല്ല, ഗുരു സത്യമായി അങ്ങനെ നിൽക്കുന്നുകൊണ്ട് മാത്രമാണ്. അപ്പം സമാധാനമായി ആകപ്പാടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടന്നിരിക്കുന്നത് ബുദ്ധനും ശ്രീനാരായണ ഗുരുദേവനും. അത് ചില ഗ്രന്ഥങ്ങളിൽ മാത്രം ഒരു വ്യക്തിയുടെ അറിവിനെ മാത്രം പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. നമുക്ക് ബുദ്ധന്റെയും ശങ്കരാചാര്യരുടെയും എല്ലാം ഗ്രന്ഥ വിശേഷജ്ഞാനത്തെയും അവരുടെ സന്യാസി തനിമകളെയും എല്ലാം ഒരു വശത്ത് നിർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന വടവൃക്ഷത്തെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലേക്ക് വരുമ്പോഴാണ്, അങ്ങനെയുള്ള റിസർച്ചിലേക്ക് വരുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന സന്യാസി എത്ര ഉയർന്നു നിൽക്കുന്നു, എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്, അല്ലെ, എത്ര ഒരു ലോകം മുഴുവൻ പ്രൗഢതയെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തേക്ക് മുഴുവൻ ശക്തിയെ പ്രദാനം ചെയ്യുവാൻ, ലോകത്തേക്ക് മുഴുവൻ അറിവിനെ പ്രദാനം ചെയ്യുവാൻ, ലോകത്തേക്ക് മുഴുവൻ സമാധാനത്തെ പ്രദാനം ചെയ്യുവാൻ ഭാരതത്തിന്റെ ഹിമാലയം ഉയർന്നു നിൽക്കുന്നത് പോലെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഒരു ഹിമഭഗവാനായി ഉയർന്നു നിൽക്കുന്ന ഏറ്റവും വലിയ തണലേകുന്ന വൃക്ഷമാണ് ഗുരുവെന്ന് നമുക്ക് മറ്റ് രാഷ്ട്രാംഗങ്ങളെ, മറ്റ് രാഷ്ട്രത്തിലെ മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ അങ്ങനെയുള്ള ഗ്രന്ഥം ദർശനമാലയും ആത്മോപദേശവും അനുകമ്പാദശവും ഒക്കെ എന്തു വേണം, മറ്റു ഭാഷകളിലേക്ക് നമുക്ക് തർജ്ജിമ ചെയ്യുവാനുള്ള പ്രവർത്തികൾ തുടങ്ങണം. എങ്കിൽ മാത്രമേ ഗുരു ഒരു മഹാ സന്യാസിയായി എങ്ങനെ ലോകത്ത് നിഴലിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ, അല്ലെ. ഏക ലോക സങ്കല്പത്തിൽ മനുഷ്യന്റെ മനസ്സുകളിൽ ഭേദങ്ങളില്ലാതെ വരുമ്പോൾ തൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന, തൻ്റെ മനസ്സിന് ലഭിച്ച ഏതൊരറിവും മറ്റൊരാൾക്കും സ്വീകരിക്കുവാൻ അവകാശമുണ്ട് എന്നും അവർക്കും അതിന് ആഗ്രഹമുണ്ടെന്നുള്ള
ഒരു സമചിത്തത വരുമ്പോൾ, അങ്ങനെയുള്ള അറിവ് വരുമ്പോൾ, അങ്ങനെയുള്ള ആരാധനാ സങ്കല്പം വരുമ്പോൾ, അങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലം വരുമ്പോൾ ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണും. ഈ ലോകമാകുന്ന ഈ നമ്മളുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുന്ന ദേവലോകത്തിലും, ഈ ലോകം മുഴുവൻ ഒരു ദേവലോകമായി കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലാമ്പൽ വിരിഞ്ഞു കാണും. അതിൽ ഒരു പ്രവർത്തന മണ്ഡലം വിരിഞ്ഞു വരും എന്ന് ശ്രീനാരായണ ദർശനത്തിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവൃത്തി മണ്ഡലങ്ങളിലും ഗുരുദേവ സൂക്തങ്ങളിലും നിഴലിച്ചു കാണുന്നു എന്നുള്ള ഒരു അപാര അറിവ്, അറിവിലുമേറിയ ആ അറിവ് നമുക്കുണ്ടാക്കാൻ സാധിക്കണം. അത് നമ്മളിലേക്ക് വരണം. അങ്ങനെ ത്യാഗോജ്വലമായി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത നമുക്ക് നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെയും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യത്തിലേക്ക് നമുക്ക് പോകാം. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ഏതു വർഷം ആണെന്ന് ഗ്രന്ഥത്തിന്റെ ഒരു തർക്കത്തെ നിങ്ങൾക്ക് ഇതുവരെ തീർക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പേര് അതിനു വേണ്ടി സമയം